തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്ത് അംഗമായ യുവാവ് തലനാഴിഴയ്ക്കാണ് വിവാഹ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇയാളുടെ സുഹൃത്തിന്റെ ഭാര്യയ്ക്ക് തോന്നിയ സംശയമാണ് രേഷ്മയുടെ അറസ്റ്റിന് വഴിയൊരുക്കിയത്. ആദ്യ വിവാഹമാണെന്ന് പറഞ്ഞാണ് രേഷ്മ വിവാഹങ്ങൾ നടത്താറുള്ളത്. വരനെക്കൊണ്ട് വിവാഹത്തിന് മുൻപ് തന്നെ സ്വർണവും വസ്ത്രങ്ങളും വാങ്ങിപ്പിക്കും. തുടർന്ന് ഈ സ്വർണവും വസ്ത്രങ്ങളും പണവും കൈക്കലാക്കി വിവാഹ പിറ്റേന്ന് തന്നെ മുങ്ങുന്നതാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറയുന്നു. പേരെ വിവാഹം കഴിച്ചു പറ്റിച്ച ശേഷം 11ാമനെ കല്യാണം കഴിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് രേഷ്മ കുടുങ്ങിയത്. സിനിമകളെ വെല്ലുന്ന കഥയാണ് രേഷ്മ അവിവാഹിതരായ പുരുഷന്മാർക്ക് മുമ്പിൽ കണ്ണീരിച്ചാലിച്ച് അവതരിപ്പിച്ചത്. കേട്ടവരെല്ലാം ആ കഥയിൽ വീണു. ഒടുവിൽ തിരുവനന്തപുരത്തെ പഞ്ചായത്ത് അംഗമാണ് രേഷ്മയുടെ കള്ളക്കഥ പൊളിച്ചത്. അതിനു വഴിയൊരുക്കിയതാകട്ടെ സുഹൃത്തിന്റെ ഭാര്യയ്ക്ക് തോന്നിയ സംശയവും. സംസ്കൃതത്തിൽ PhD ചെയ്യുകയാണെന്നാണ് രേഷ്മ യുവാവിനോട് പറഞ്ഞിരുന്നത്. തന്നെ ദത്തെടുത്തതാണെന്നും വിവാഹം നടത്തുന്നതിൽ അമ്മയ്ക്ക് താല്പര്യമില്ലെന്നും ഉപദ്രവിക്കാറുണ്ടെന്നും രേഷ്മ യുവാവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. തുടർന്ന് യുവാവ് വിവാഹം തീരുമാനിച്ച് ഒരുക്കങ്ങൾ തുടങ്ങുകയായിരുന്നു. വെള്ളിയാഴ്ചയാണ് വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. 5-ാം തീയതി രേഷ്മയെ യുവാവ് കൂട്ടിക്കൊണ്ടുവന്ന് ഉഴമലയ്ക്കലുള്ള സുഹൃത്തായ വാർഡ് മെമ്പറുടെ വീട്ടിൽ താമസിപ്പിച്ചു. പിറ്റേന്ന് വിവാഹം കഴിക്കാനിരിക്കെ രേഷ്മയുടെ പെരുമാറ്റത്തിൽ യുവാവിന് അടിമുടി ദുരൂഹത തോന്നി. സുഹൃത്തിനോടും ബന്ധുവിനോടും കാര്യം പറഞ്ഞതോടെ രഹസ്യമായി അന്വേഷണം തുടങ്ങി. വിവാഹ ദിവസം രാവിലെ കുളി കഴിഞ്ഞ് തനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് രേഷ്മ പറഞ്ഞു. വൈകാതെ ബ്യൂട്ടി പാർലറിൽ പോകുകയും ചെയ്തു. വാർഡ് മെമ്പറുടെ ഭാര്യ കുളിമുറിയിൽ കയറിയപ്പോൾ രേഷ്മ കുളിച്ചതിന്റെ ലക്ഷണങ്ങൾ കണ്ടില്ല. ഇതോടെ സംശയം വർദ്ധിക്കുകയും രേഷ്മയുടെ ബാഗ് പരിശോധിക്കുകയും ചെയ്തു. അപ്പോഴാണ് മുൻ വിവാഹങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയത്. വരൻ നൽകുന്ന താലിയും മാലയുമായി മുങ്ങാനായിരുന്നു രേഷ്മയുടെ പദ്ധതി. പിറ്റേന്ന് തൊടുപുഴയിൽ പുസ്തകം വാങ്ങാൻ പോകണമെന്ന് യുവതി പറഞ്ഞിരുന്നതായും പഞ്ചായത്ത് അംഗം പറയുന്നു. CI അജീഷ്, SI വേണു എന്നിവരും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് രേഷ്മയെ കസ്റ്റഡിയിലെടുത്തത്. ഓൺലൈൻ മാട്രിമോണി സൈറ്റുകളിൽ നിന്നാണ് രേഷ്മ ഇരകളെ കണ്ടെത്തിയിരുന്നത്. ഇത്തരത്തിലാണ് പഞ്ചായത്ത് അംഗത്തെയും രേഷ്മ വലയിലാക്കിയത്. സ്വർണമാലയും താലിയും വിവാഹ വസ്ത്രങ്ങളും യുവാവ് വാങ്ങിയിരുന്നു. ഇതിനും ഓഡിറ്റോറിയം അലങ്കരിച്ചതിനുമടക്കം 7.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് യുവാവിന്റെ പരാതി. ന്യൂസ് 18 നെയ്യാറ്റിൻകര.